നമ്മൾ ആരെയെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ നമ്മളെ തിരിച്ചും വിശ്വസിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ വിശ്വാസം അവരിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ നമുക്കാകെ വിഷമമാകുന്നു. ശരിയല്ലേ? വിഷമം തോന്നാറില്ലേ? നോക്കൂ, 2 സീഡികളുണ്ട്. 2 സീഡികളും അവരുടെ സംസ്കാരങ്ങളെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ സീഡിയിലുള്ള പാട്ടുകളെല്ലാം ഞാൻ അവരുടെ സീഡിയിലേക്ക് കോപ്പി ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്കും നമ്മുടെ അതേ ശീലങ്ങൾ ലഭിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. എന്നാൽ അവരുടെ സംസ്കാരങ്ങൾ നമ്മൾ നമ്മളിലേക്ക് കോപ്പി ചെയ്യണമെന്നാണ് അവർക്ക് തോന്നാറുള്ളത്. നമ്മൾ പരസ്പരം ചേഞ്ച് ആക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ താങ്കളുടെ വീട്ടിലേക്ക് പുതിയൊരു CD വരുന്നു. പുതിയൊരു CD. ഇതൊരു ബ്ലാങ്ക് CD ആണ് എന്നാണ് താങ്കൾ വിചാരിക്കുക. താങ്കൾ ആ CDയെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകളും വെച്ചു പുലർത്തുന്നു. ഈ കുട്ടിയെ ഞാൻ അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും, അങ്ങനെ വളർത്തും, ഇതെല്ലാം ചെയ്യണം. അങ്ങനെ പുതിയ അതിഥിയെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകൾ താങ്കൾക്കുണ്ടാവും. പക്ഷേ താങ്കളുടെ വീട്ടിലേക്ക് വരുന്ന ആ ആത്മാവ് മുഴുവനായും നിറഞ്ഞ രൂപത്തിലാണ് വരുന്നത്. ഒരു CDയിൽ ഒരു പാട്ട്, മറ്റൊരു CDയിൽ മറ്റൊരു പാട്ട്. അതിനിടയിലൂടെ ഈ പാട്ടുകളൊന്നുമില്ലാതെ മറ്റേതൊക്കെയോ പാട്ടുകൾ കൊണ്ട് നിറഞ്ഞ വേറൊരു CDയും എത്തുന്നു. വീണ്ടും 2 വർഷത്തിന് ശേഷം പിന്നെയും ഒരു CD കൂടി വീട്ടിലേക്ക് എത്തുന്നു. ഇവരെല്ലാം ആത്മാക്കളാണ്. സോൾ ഓൺ എ ജേർണി. ജ്ഞാനത്തിൻ്റെ ഈ ഒരൊറ്റ പോയിന്റ് മാത്രം മതി നമുക്ക് ഇവയെല്ലാം മനസ്സിലാക്കാൻ. അതോടെ ആളുകളെ കാണുന്ന ദൃഷ്ടികോൺ തന്നെ മാറാൻ തുടങ്ങും. കാഴ്ചപ്പാട് മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവരോട് സഹാനുഭൂതിയുള്ളവരായി മാറും. ചില ആളുകൾക്ക് വെള്ളത്തിനെ വളരെ പേടിയായിരിക്കും. ശരിയല്ലേ? വെള്ളത്തിനെ പേടിയുള്ള ആളുകളില്ലേ? അവർ എന്തുകൊണ്ടാണ് വെള്ളത്തിനെ ഭയപ്പെടുന്നത് എന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെന്നാൽ അവരുടെ CDയിൽ വെള്ളം എന്നാൽ ഭയത്തിനും മരണത്തിനും സമമാണ്. വെള്ളത്തിനെ അവർ മരണം പോലെ ഭയക്കുന്നു. ചില ആളുകൾക്ക് ഉയരം കൂടിയ സ്ഥലങ്ങൾ, ഹൈറ്റിലുള്ള സ്ഥലങ്ങളെ പേടിയാണ്. ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നവയാണ്. വെള്ളത്തിനെ പേടിയാണ്. വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, വേണ്ട എന്നെല്ലാവരും പറയും. എന്നാൽ അത് മാത്രമല്ല, ചില ആളുകൾക്ക് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഭയമാണ്. നമുക്കത് മനസ്സിലാവാറില്ല. വെള്ളത്തിനോട് പേടിയാണ്, അത് മനസ്സിലാവും. ഹൈറ്റിന് പേടിയാണ്, അതും മനസ്സിലാവും. എന്നാൽ വിശ്വസിക്കാൻ പേടിയാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാവാറില്ല. ഇവരെന്താണ് എന്നെ വിശ്വസിക്കാത്തത് എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. ഏത് സംസ്കാരമാണോ ആത്മാവിലുള്ളത് അത് എപ്പോഴെങ്കിലുമൊക്കെയായി ആ CDയിൽ റെക്കോർഡഡ് ആയിട്ടുള്ളവയാണ്. അവർക്കും നമ്മുടെ അതേ സംസ്കാരങ്ങൾ തന്നെ ഉണ്ടാവണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. We expect that they should have the same sanskar as us. എന്നാൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് പോകണം. അവരെ സഹാനുഭൂതിയോടെ കാണണം. അവരുടെ ഈ സംസ്കാരങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെന്നാൽ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളിലായി കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ CDയിൽ അത് റെക്കോർഡഡ് ആയത്. ഇനി നമ്മുടെ പക്കൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എക്സ്പെക്റ്റേഷൻസ്. എനിക്കിഷ്ടമുള്ള ആ ഒരു സംസ്കാരം അവരിലും ഉണ്ടാകും എന്ന പ്രതീക്ഷ. അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്. അവരുടെ പക്കലുള്ള ഈ സംസ്കാരം ഈ സമയത്ത് അവർക്ക് ശരിയാണ് എന്നാണ് തോന്നുന്നത്. അതിനാലാണ് അവരിങ്ങനെ പെരുമാറുന്നത്. പ്രതീക്ഷകൾ വളരെ നോർമലാണ്, എക്സ്പെക്റ്റേഷൻസ് നോർമലാണ് എന്നൊരു കാര്യം വളരെ ചെറുപ്പം മുതലേ
നമ്മുടെ ഉള്ളിലുള്ള ഒരു ബിലീഫ് സിസ്റ്റമാണ്. അത് നമ്മളിൽ ആഴത്തിൽ വേരുറച്ചു കഴിഞ്ഞു. എക്സ്പെക്റ്റേഷൻസ് നാച്ചുറൽ ആണ്. ഇവരൊരു ആത്മാവാണ്. ഇവർ അനേകം ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. നമ്മുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്നീ കാര്യങ്ങളുടെയെല്ലാം അറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് നാച്ചുറൽ അല്ലാതെയായി മാറുകയും അവരെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നത് നാച്ചുറലായി മാറാൻ തുടങ്ങുകയും ചെയ്യും. എൻ്റെ ഉള്ളിൽ റെക്കോർഡഡ് ആയിട്ടുള്ള സംസ്കാരങ്ങളാണ് എനിക്ക് ശരിയായെന്ന് തോന്നുക. ഉദാഹരണത്തിന്, ഈ ഹാളിലേക്ക് എല്ലാവരും പ്രവേശിക്കേണ്ട സമയം രാവിലെ 9:30 മണിയാണ് എന്ന് കരുതുക. നാളെ രാവിലെ 9:30 മണിക്ക് തന്നെ എല്ലാവരും ഈ ഹാളിൽ എത്തിച്ചേരണം. കൃത്യനിഷ്ഠയുടെ ഒരു ഡെഫിനിഷൻ എന്തായിരിക്കണം? ചിലരുടെ ഡെഫിനിഷൻ അനുസരിച്ച് 9:30 പ്രോഗ്രാമിന് 9:15 തന്നെ ഹാളിൽ എത്തിച്ചേരണം എന്നായിരിക്കും. എല്ലായിടത്തും കുറച്ച് നേരത്തെ എത്തുന്ന സംസ്കാരം നിങ്ങളിൽ എത്ര പേർക്കാണുള്ളത്? എന്നാൽ വേറെ ചിലർ 9:30 പ്രോഗ്രാമിന് കൃത്യം 9:30 തന്നെ എത്തണം എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ചിന്താഗതിയായിരിക്കും. നിങ്ങളിൽ ആരൊക്കെയാണ് അങ്ങനെ പോകാറുള്ളത്? എന്നാൽ മറ്റു ചിലർ എന്താണ് പറയുക? പ്രോഗ്രാം 9:30 പോകാം. അല്ലെങ്കിലും ഏത് പ്രോഗ്രാമാണ് കൃത്യസമയത്തിന് തുടങ്ങാറുള്ളത്? പതുക്കെ പോകാം. ഈ ഒരു ശീലമുള്ളത് ആർക്കൊക്കെയാണ്? പറയൂ. 9:15, 9:30, 9:45. 9:15 പോകുന്ന ശീലമുള്ളവർ പറയും, ഞാൻ വളരെ പങ്ക്ച്വലായ ആളാണ്. 9:30 കൃത്യം എത്തുന്ന ആളും പറയും, ഞാനും വളരെ പങ്ക്ച്വലാണ്. 9:45 പതുക്കെ എത്തുന്ന ആളും പറയും, ഞാനും പങ്ക്ച്വലാണ്. പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ, ഈ വാക്കിൻ്റെ ഡെഫിനിഷൻ 3 വ്യക്തികൾക്ക് 3 വിധത്തിലാണ്. ഇതുപോലെ തന്നെയാണ് ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും ഡെഫിനിഷൻ പലർക്കും പല വിധത്തിലാവുന്നത്. വൃത്തിയുടെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും. എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ പലർക്കും പല രീതിയിലായിരിക്കും. താങ്കൾ വളരെയധികം വൃത്തിയുള്ള ഒരാളായിരിക്കാം. എന്നാൽ അത്രയ്ക്കൊന്നും വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇവർക്ക് തീരെ വൃത്തിയില്ല എന്നാണ് താങ്കൾ പറയുക. എന്നാൽ താങ്കളേക്കാൾ കൂടുതൽ വൃത്തിയുള്ള ആളുകളും ഉണ്ടാവും, അല്ലേ? അവരെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുക? കുറച്ച് അധികം വൃത്തി പാലിക്കുന്ന ആൾക്കാരാണ് അവർ. ഇങ്ങനെയായിരിക്കും താങ്കൾ അവരെക്കുറിച്ച് പറയുക. ശരിയല്ലേ? ഇങ്ങനെയും പറയാറില്ലേ? എന്നേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്യുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നേക്കാൾ കുറവ് കാര്യങ്ങൾ ചെയ്യുന്നവരെയും എനിക്കിഷ്ടമല്ല. എല്ലാവരും എങ്ങനെയായിരിക്കണം? എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം. ആരെങ്കിലും നുണ പറയുകയാണെങ്കിൽ തീരെ സത്യസന്ധതയല്ല, വളരെയധികം നുണ പറയുന്നു. ഇങ്ങനെയാണ് നമ്മൾ അവരെ പറ്റി പറയുക. എന്നാൽ ഒരിക്കലും നുണ പറയാത്ത ഒരാളെ കണ്ടാൽ ഇത്രയൊന്നും സത്യസന്ധരാവാൻ പാടില്ല, ഇതൊക്കെ കുറച്ച് അധികമാണ് എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. സംസ്കാരങ്ങൾ ഒന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ സംസ്കാരങ്ങളെ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ സംസ്കാരങ്ങൾ നമ്മളിൽ നിന്നും വേറെയാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. അതിനു പകരമായി നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം തെറ്റാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇങ്ങനെ പറയാറില്ലേ? നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങൾ ലേറ്റായി വന്നു, നിങ്ങൾ ചെയ്തത് ശരിയായില്ല. നിങ്ങൾ നുണ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പറയുന്നത് തെറ്റാണ് എന്ന ഒരു വൈബ്രേഷൻ നമ്മൾ ഇവിടെ നിന്നും അവരിലേക്ക് അയക്കുമ്പോൾ ആ എനർജി എങ്ങനെയുള്ളതായിരിക്കും? വാട്ട്സ് ദി എനർജി? എനർജി നെഗറ്റീവാണ്. നെഗറ്റീവ് എനർജി എന്നാൽ എന്താണ് അർത്ഥം?